ലെസ്ട്രിഗോണിയന്മാർ കൂട്ടക്കൊല. പോളിഫീമസ് ഒരു ഭീമൻ മാത്രമായിരുന്നു. പക്ഷെ മുന്നിൽ കാത്തിരുന്നത് അതിലും ഭയാനകമായ ഒന്നായിരുന്നു. ഒരു ഭീമനല്ല, ഭീമന്മാരുടെ ഒരു സമ്പൂർണ്ണ രാജ്യം. അവരായിരുന്നു ലെസ്ട്രിഗോണിയന്മാർ. ഒഡീസിയസിൻ്റെ കപ്പലുകൾ ഒരു വിശാലമായ തുറമുഖത്തേക്ക് പ്രവേശിച്ചു. ചുറ്റും ഉയർന്ന പാറക്കെട്ടുകൾ, ശാന്തമായ ജലം, സുരക്ഷിതമായ അഭയകേന്ദ്രം പോലെയായിരുന്നു അത്. എന്നാൽ അതൊരു കെണിയാണെന്ന് അവരിൽ ആരും അറിഞ്ഞില്ല. ഒഡീസിയസ് പതിവ് പോലെ ചില പടയാളികളെ കരയിലേക്ക് അയച്ചു. അവർ ഉൾനാടുകളിലേക്ക് സഞ്ചരിച്ചപ്പോൾ ഒരു കിണറിനരികിൽ ഒരു യുവതിയെ കണ്ടു. അവളൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഒരു കപ്പലിൻ്റെ കൊടിമരത്തിൻ്റെ ഉയരമുണ്ടായിരുന്നു. അവൾ ലെസ്ട്രിഗോണിയൻ രാജാവിൻ്റെ മകളായിരുന്നു. അവൾ അവരെ തൻ്റെ പിതാവിൻ്റെ അരമനയിലേക്ക് നയിച്ചു. അവിടെ അവർ രാജാവിനെ കണ്ടു. അവനും ഒരു ഭീമൻ, ഒരു മല പോലെ വലിപ്പമുള്ള ശരീരം. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ കൈ നീട്ടി പടയാളികളിൽ ഒരാളെ പിടിച്ചെടുത്തു. മറ്റുള്ളവരുടെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ച് അവനെ ഭക്ഷിച്ചു. ജീവൻ രക്ഷിക്കാൻ മറ്റുള്ളവർ തുറമുഖത്തിലേക്ക് പാഞ്ഞു. പക്ഷേ വാർത്ത അവരേക്കാൾ വേഗത്തിൽ പടർന്നു. മുഴുവൻ ലെസ്ട്രിഗോണിയൻ ജനതയും തുറമുഖത്തേക്ക് ഒഴുകിയെത്തി. പിന്നെ നരകം ആരംഭിച്ചു. വീടുകളുടെ വലിപ്പമുള്ള പാറക്കല്ലുകൾ അവർ മുകളിൽ നിന്ന് പറിച്ചെടുത്തു. ആകാശം മുഴുവൻ മരണത്തിൻ്റെ നിഴലുകളാൽ നിറഞ്ഞു. ഒരു പാറ, ഒരു കപ്പൽ, ഒരു പ്രഹരം, ഒരു നിമിഷം, അതായിരുന്നു വേണ്ടിയിരുന്നത്. ഗ്രീക്ക് കപ്പലുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി തകർന്നു വീണു. ചിലത് ചിന്നിച്ചിതറി, ചിലത് മറിഞ്ഞു മുങ്ങി. നൂറുകണക്കിന് യോദ്ധാക്കൾ കടലിലേക്ക് പതിച്ചു. ചിലർ പാറക്കല്ലുകൾക്കിടയിൽ ചതഞ്ഞു, ചിലർ തിരമാലകളിൽ അപ്രത്യക്ഷരായി. എല്ലാം നടന്നത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. 12 കപ്പലുകളിൽ 11 കപ്പലും നശിച്ചു. ഒരേ ഒരു കപ്പൽ മാത്രം രക്ഷപ്പെട്ടു, ഒഡീസിയസിൻ്റെ കപ്പൽ. കാരണം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം തൻ്റെ കപ്പൽ തുറമുഖത്തിന് പുറത്താണ് നങ്കൂരമിട്ടിരുന്നത്. എപ്പോഴും ഒരു സംശയം മനസ്സിൽ സൂക്ഷിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ സംശയമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചത്. ഒഡീസിയസ് അലറി, കയറുകൾ മുറിക്കൂ, എല്ലാവരും തുഴയൂ, തുഴയൂ, അല്ലെങ്കിൽ അവരോടൊപ്പം നമ്മളും മരിക്കും. അവശേഷിച്ചവർ ഭ്രാന്തന്മാരെ പോലെ തുഴഞ്ഞു, കടലിലേക്ക്, തുറന്ന ജലത്തിലേക്ക്, മരണത്തിൽ നിന്ന് കഴിയുന്നത്ര അകലേക്ക്. അവരുടെ പിന്നിൽ കപ്പലുകൾ തകർന്നു വീഴുന്ന ശബ്ദം, മുങ്ങുന്ന മനുഷ്യരുടെ നിലവിളികൾ, സഹായത്തിനായുള്ള അവസാന അപേക്ഷകൾ എല്ലാം കേൾക്കാമായിരുന്നു. എന്നാൽ അവയെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാനായില്ല. ഒഡീസിയസ് പിന്നിലേക്ക് നോക്കിയില്ല. ഒരു നേതാവ് ചിലപ്പോൾ തൻ്റെ ഹൃദയം അടച്ചുപൂട്ടേണ്ടി വരും. കാരണം പിന്നിലേക്ക് നോക്കുന്ന നേതാവ് മുങ്ങിപ്പോകും. ആ ദിവസത്തിനു മുൻപ് ഒഡീസിയസിൻ്റെ കീഴിൽ 600 യോദ്ധാക്കളുണ്ടായിരുന്നു. 12 കപ്പലുകളുണ്ടായിരുന്നു. ആ ദിവസത്തിന് ശേഷം 45 പേർ മാത്രം, ഒരു കപ്പൽ മാത്രം. വീട്ടിലേക്കുള്ള യാത്രയിലെ ഏറ്റവും വലിയ ദുരന്തം, ഒരു ശ്വാസം എടുക്കാൻ കഴിയുന്ന സമയത്തിനുള്ളിൽ സംഭവിച്ച വിനാശം. ആ നിമിഷം മുതൽ ഒഡീസിയസിൻ്റെ സൈന്യം ഒരു നാവികസേന അല്ലാതെയായി. അത് ജീവനോടെ തുടരാൻ പൊരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ മാത്രമായി മാറി. അയേയയിലെ മന്ത്രവാദിനി സിർസി. ലെസ്ട്രിഗോണിയന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ജീവനോടെ ശേഷിച്ചവർ മറ്റൊരു ദ്വീപിലെത്തി, അയേയ. ആ ദ്വീപ് വിചിത്രമായ ശാന്തതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. ഇടതൂർന്ന വനങ്ങൾ, കാണാൻ കഴിയാത്ത പക്ഷികളുടെ മധുരഗാനങ്ങൾ, കാറ്റിൽ ഒഴുകിയെത്തുന്ന അപരിചിതമായ പൂക്കളുടെ സുഗന്ധം. ഇത്രയും ദുരന്തങ്ങൾക്ക് ശേഷം അതൊരു സ്വപ്നഭൂമി പോലെ തോന്നി. പക്ഷേ ഒഡീസിയസ് പഠിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അസാധാരണമായ നിശബ്ദത പലപ്പോഴും അപകടത്തിൻ്റെ മുന്നറിയിപ്പാണ്. അദ്ദേഹം യൂറിലോക്കസിനെയും 22 യോദ്ധാക്കളെയും ദ്വീപ് പരിശോധിക്കാൻ അയച്ചു. അവർ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ച് ഒരു വിശാലമായ തുറസായ സ്ഥലത്തെത്തി. അവിടെ ഒരു കല്ല് കൊട്ടാരം നിലകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ശ്രദ്ധ ആദ്യം ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു. കൊട്ടാരത്തിന് ചുറ്റും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുകയായിരുന്നു. പക്ഷേ അവയെ ആക്രമിച്ചില്ല. അവ മനുഷ്യരുടെ കാലുകൾക്ക് ചുറ്റും സ്നേഹത്തോടെ നടന്നു, വീട്ടിലെ വളർത്തു മൃഗങ്ങളെ പോലെ. അവയുടെ കാട്ടു സ്വഭാവം ആരോ മോഷ്ടിച്ചെടുത്തതുപോലെ. കൊട്ടാരത്തിനുള്ളിൽ സിർസി കാത്തിരുന്നു, ദേവിയും മന്ത്രവാദിനിയുമായ സിർസി. അവൾ അതിഥികളെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു, സമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി. വിശന്നും ക്ഷീണിച്ചും നിന്ന യോദ്ധാക്കൾ സംശയമില്ലാതെ ഭക്ഷണം കഴിച്ചു. അവർ അവസാന കഷ്ണം വിഴുങ്ങിയ നിമിഷം സിർസി തൻ്റെ മാന്ത്രിക ദണ്ഡ് ഉയർത്തി അവരുടെ മേൽ സ്പർശിച്ചു. അടുത്ത നിമിഷം ശരീരങ്ങൾ രൂപം മാറാൻ തുടങ്ങി. മുഖങ്ങൾ വളഞ്ഞ്, കഴുത്തുകൾ കട്ടിയായി, കൈകാലുകൾ ചുരുങ്ങി. അവർ നിലത്തേക്ക് വീണു. മനുഷ്യരായല്ല, പന്നികളായി. ഭയന്ന് അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നികൾ. എന്നാൽ അവരുടെ കണ്ണുകളിൽ ഇപ്പോഴും മനുഷ്യബുദ്ധിയുടെ അവസാന തിളക്കം അവശേഷിച്ചിരുന്നു. അവർക്കെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, യൂറിലോക്കസ്. അവൻ പുറത്തു തന്നെ നിന്നിരുന്നു. മനസ്സിലെ ചില സംശയങ്ങൾ അവനെ അകത്ത് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു. ഇപ്പോൾ ആ സംശയമാണ് അവൻ്റെ ജീവൻ രക്ഷിച്ചത്. അവൻ ഓടി കപ്പലിലേക്ക്, ഒഡീസിയസിൻ്റെ അടുത്തേക്ക്. യൂറിലോക്കസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അവർ എല്ലാവരും പോയി. സിർസി അവരെ മാറ്റി. അവർ ഇനി മനുഷ്യരല്ല. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒഡീസിയസ് വനത്തിലേക്ക് നടന്നു, ഒറ്റയ്ക്ക്, സ്വന്തം ആളുകളെ തിരികെ കൊണ്ടുവരാൻ. വനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു യുവാവ്, സ്വർണ്ണ നിറമുള്ള മുടി, മുഖത്ത് ചെറുപുഞ്ചിരി. അത് ദേവന്മാരുടെ ദൂതനായ ഹെർമിസ് ആയിരുന്നു. ഹെർമിസ് ഒരു ചെറിയ വെളുത്ത പൂവ് ഒഡീസിയസിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കൈവശം വെക്കൂ ഒഡീസിയസ്. ഇതിൻ്റെ പേര് മോളി.
സിർസി നിനക്കുമേൽ മന്ത്രം പ്രയോഗിക്കുമ്പോൾ ഇത് നിന്നെ സംരക്ഷിക്കും. അവളുടെ ശക്തി നിന്നെ ബാധിക്കില്ല. പിന്നീട് വാളൂരി അവളെ കൊല്ലാൻ പോകുന്നത് പോലെ മുന്നേറുക. അവൾ കരുണ യാചിക്കും. അപ്പോൾ സ്റ്റിക്സ് നദിയുടെ പേരിൽ സത്യം ചെയ്യാൻ അവളെ നിർബന്ധിക്കുക. നിന്റെ ആളുകൾക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ലെന്ന്. ഒഡീസിയസ് കൊട്ടാരത്തിലേക്ക് കടന്നു. സിർസി അവനെയും സ്വീകരിച്ചു. ഭക്ഷണം നൽകി, പാനീയം നൽകി. ഒഡീസിയസ് എല്ലാം കഴിച്ചു, എല്ലാം കുടിച്ചു. അപ്പോൾ സിർസി തൻ്റെ ദണ്ടുയർത്തി മന്ത്രം പ്രയോഗിച്ചു. ഒരു പ്രകാശമിന്നൽ, ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ഒന്നും സംഭവിച്ചില്ല. ഒഡീസിയസ് അങ്ങനെ തന്നെ നിന്നു, ഒരു മാറ്റവുമില്ലാതെ. സിർസിയുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. അവൾ പറഞ്ഞു, എൻ്റെ ശക്തിയെ ഇതുവരെ ഒരു മനുഷ്യനും ചെറുത്തു നിന്നിട്ടില്ല. നീ ഒഡീസിയസ് ആയിരിക്കണം. നീ വരുമെന്ന് ദേവന്മാർ എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒഡീസിയസ് ആജ്ഞാപിച്ചു, സ്റ്റിക്സ് നദിയുടെ പേരിൽ സത്യം ചെയ്യൂ, എൻ്റെ ആളുകളെ ഉപദ്രവിക്കില്ലെന്ന്. ഇപ്പോൾ തന്നെ സത്യം ചെയ്യൂ, അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ കൊല്ലും. സിർസി സത്യം ചെയ്തു. അവൾ തൻ്റെ മന്ത്രം പിൻവലിച്ചു. പന്നികളാക്കിയ യോദ്ധാക്കൾ വീണ്ടും മനുഷ്യരായി മാറി. ശരീരവും മനസ്സും തിരികെ ലഭിച്ചു. അങ്ങനെ ഒഡീസിയസും കൂട്ടരും അയേയിൽ തുടർന്നു. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, മുഴുവൻ ഒരു വർഷം. അവർ വിശ്രമിച്ചു, മുറിവുകൾ ഭേദമാക്കി. കടലും രാക്ഷസന്മാരും കവർന്നെടുത്ത സമാധാനത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും വീണ്ടെടുത്തു. ഒരു വർഷം പൂർത്തിയായപ്പോൾ വീണ്ടും യാത്ര തുടരേണ്ട സമയം എത്തിയെന്ന് ഒഡീസിയസിന് അറിയാമായിരുന്നു. അപ്പോഴാണ് സിർസി അവസാന മുന്നറിയിപ്പ് നൽകിയത്. വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തണമെങ്കിൽ നീ ആദ്യം ലോകത്തിൻ്റെ അറ്റത്തേക്ക് യാത്ര ചെയ്യണം ഒഡീസിയസ്. ജീവനുള്ള മനുഷ്യർ സ്വമേധയാ പോകാൻ ഭയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക്, മരിച്ചവരുടെ നാട്ടിലേക്ക്. അവിടെ ടൈറീസിയസ് നിന്നെ കാത്തിരിക്കുന്നു. നിന്റെ വിധിയെ അറിയുന്ന പ്രവാചകൻ, വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാൻ കഴിയുന്ന ഒരേ ഒരു ആത്മാവ്. അങ്ങനെ അവരുടെ അടുത്ത യാത്ര ആരംഭിച്ചു. കടലിൻ്റെ അജ്ഞാതമായ ആഴങ്ങളിലേക്കല്ല, മരണത്തിൻ്റെ രാജ്യത്തിലേക്ക്, മരിച്ചവരുടെ ലോകത്തേക്ക്. ലോകത്തിൻ്റെ അതിർത്തിയിൽ സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത ഒരു ദേശമുണ്ടായിരുന്നു. അവിടെ വെളിച്ചമില്ല, ഉഷ്ണമില്ല, ജീവൻ്റെ സ്പന്ദനമില്ല. സിർസി പറഞ്ഞ വഴി പിന്തുടർന്ന് ഒഡീസിയസും കൂട്ടരും ആ ഇരുണ്ട ഭൂമിയിലെത്തി. വിധിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തണുത്ത മണ്ണിൽ ഒരു പാതയുണ്ടാക്കി. പിന്നെ ബലിയർപ്പിച്ച ആട്ടുകൊറ്റന്മാരുടെ രക്തം അതിൽ നിറച്ചു. അതിനുശേഷം മരിച്ചവർ വരാൻ തുടങ്ങി. നിഴലുകളെപ്പോലെ മങ്ങിയ രൂപങ്ങൾ, ചുണ്ടുകൾ ചലിച്ചിട്ടും വ്യക്തമായി കേൾക്കാനാവാത്ത ശബ്ദങ്ങൾ. രക്തത്തിൻ്റെ ഗന്ധം അവരെ ആകർഷിച്ചു. ഒരിക്കൽ തങ്ങളുടേതായിരുന്ന ജീവൻ്റെ ചൂട് വീണ്ടും അനുഭവിക്കാനുള്ള ആഗ്രഹം അവരെ മുന്നോട്ട് വലിച്ചു. അവർ കുഴിക്ക് ചുറ്റും കൂടിച്ചേർന്നു. നൂറുകണക്കിന് ആത്മാക്കൾ, ആയിരക്കണക്കിന് ആത്മാക്കൾ. ഒഡീസിയസ് അവരിൽ പലരെയും തിരിച്ചറിഞ്ഞു. ട്രോയിയുടെ യുദ്ധഭൂമിയിൽ തൻ്റെ കൂടെ പോരാടിയ യോദ്ധാക്കൾ, തോളോട് തോൾ ചേർന്ന് വാൾ വീശിയ സുഹൃത്തുക്കൾ, തൻ്റെ കൈകളാൽ സംസ്കരിച്ച മനുഷ്യർ. ഇപ്പോൾ അവർ നിഴലുകളായി തൻ്റെ മുന്നിൽ നിൽക്കുന്നു. അവരിൽ ഒരാൾ എൽപ്പനോർ ആയിരുന്നു. സിർസിയുടെ ദ്വീപിൽ മദ്യലഹരിയിൽ ഉയരത്തിൽ നിന്ന് വീണു മരിച്ച തൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ നാവികൻ. എൽപ്പനോർ പറഞ്ഞു, ഒഡീസിയസ്, എൻ്റെ ശരീരം ഇപ്പോഴും സംസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നെ മറക്കരുത്. എനിക്ക് അർഹമായ അന്ത്യകർമ്മങ്ങൾ നൽകണം. അവിടെ മറ്റൊരാളുണ്ടായിരുന്നു, അജാക്സ്, ട്രോയിലെ ഏറ്റവും മഹാനായ യോദ്ധാക്കളിൽ ഒരാൾ. അക്വിലീസിൻ്റെ കവചത്തെ ചൊല്ലിയ പഴയ തർക്കം കാരണം അവൻ ഒഡീസിയസിനോട് ഇന്നും വിരോധം സൂക്ഷിച്ചിരുന്നു. മരണത്തിനപ്പുറവും ആ ദേഷ്യം അവസാനിച്ചിരുന്നില്ല. ഒഡീസിയസ് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അജാക്സ് ഒരു വാക്കുപോലും പറയാതെ തിരിഞ്ഞു നടന്നു, ശാശ്വതമായ നിശബ്ദതയിലേക്ക്. അപ്പോൾ അവൾ വന്നു, ഒഡീസിയസിൻ്റെ അമ്മ ആൻറ്റിക്ലിയ. ട്രോയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നു. അവളെ വീണ്ടും കാണുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ യുദ്ധം നീണ്ടു, യാത്ര നീണ്ടു, വർഷങ്ങൾ കടന്നുപോയി. ഒടുവിൽ അവൾ മരിച്ചു, മകനെ കാത്തിരുന്നുകൊണ്ട്, തിരിച്ചു വരാത്ത ഒരു മകനെ കാത്തിരുന്നുകൊണ്ട്. ആൻറ്റിക്ലിയ ചോദിച്ചു, എൻ്റെ മകനെ, നീ ജീവനോടെയാണോ? ഈ ഇരുണ്ട ലോകത്തിലേക്ക് നീ എങ്ങനെ എത്തി? ഒഡീസിയസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ മടങ്ങി വരുമ്പോൾ നിന്നെ വീട്ടിൽ കാണുമെന്ന് ഞാൻ കരുതി. ആൻറ്റിക്ലിയ തുടർന്ന് പറഞ്ഞു, ഞാൻ കാത്തിരുന്നു ഒഡീസിയസ്, വർഷങ്ങളോളം കാത്തിരുന്നു, നിന്നെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ ഒരു ദിവസം എനിക്കിനി കാത്തിരിക്കാൻ കഴിഞ്ഞില്ല. നിന്റെ അഭാവം ഒരു മുറിവായിരുന്നു, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ്. അത് പതിയെ പതിയെ എൻ്റെ ജീവൻ മുഴുവൻ വാർന്നു പോകുന്നതുവരെ രക്തം ചിന്തിക്കുകയായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒഡീസിയസിൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹം മുന്നോട്ട് നീങ്ങി, അമ്മയെ ചേർത്ത് പിടിക്കാൻ. വർഷങ്ങളായി ആഗ്രഹിച്ച ആ ഒരു നിമിഷത്തിനായി അദ്ദേഹം കൈകൾ നീട്ടി. പക്ഷേ അവൾ പുകയെപ്പോലെ അദ്ദേഹത്തിൻ്റെ വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയി. ഒഡീസിയസ് വീണ്ടും ശ്രമിച്ചു, വീണ്ടും വീണ്ടും, 3 തവണ അവൻ തൻ്റെ അമ്മയെ സ്പർശിക്കാൻ ശ്രമിച്ചു. 3 തവണയും അവൾ മങ്ങിയ നിഴലായി അലിഞ്ഞുപോയി. അല്പദൂരെ വീണ്ടും രൂപം കൊണ്ടു. അദ്ദേഹത്തിന് അവളുടെ മുഖം കാണാമായിരുന്നു, അവളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. പക്ഷേ അവളെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. ഒഡീസിയസിൻ്റെ മുഴുവൻ യാത്രയിലെയും ഏറ്റവും ക്രൂരമായ നിമിഷം അതായിരുന്നു. സ്വന്തം അമ്മയെ കാണാൻ കഴിയുന്ന ഒരു മകൻ, അവളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ഒരു മകൻ, പക്ഷെ ഒരിക്കലും അവളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു മകൻ. ഒഡീസിയസ് അലറിക്കരഞ്ഞു, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എന്നെ അനുവദിക്കൂ, ദയവായി, ഒരിക്കൽ മാത്രം, ഒരൊറ്റ തവണ മാത്രം. എന്നാൽ മരിച്ചവരുടെ ലോകത്തിൽ ചില ആഗ്രഹങ്ങൾ ഒരിക്കലും പൂർത്തിയാകില്ല. ടൈറീസിയസിൻ്റെ പ്രവചനം. മരിച്ചവരുടെ നിഴലുകൾക്കിടയിൽ ഒടുവിൽ അദ്ദേഹം എത്തി.
ടൈറീസിയസ്, മരണത്തിനപ്പുറവും തൻ്റെ ജ്ഞാനം നഷ്ടപ്പെടാത്ത പ്രവാചകൻ, ജീവിച്ചിരിക്കുമ്പോൾ അന്ധനായിരുന്ന മനുഷ്യൻ, പക്ഷെ കാലത്തിൻ്റെ മറവുകൾക്കപ്പുറം കാണാൻ കഴിവുള്ളവൻ. അവൻ പതുക്കെ ബലിരക്തം നിറച്ച കുഴിയിലേക്ക് നടന്നു, രക്തം കുടിച്ചു. അതിനുശേഷം അവൻ്റെ കണ്ണുകളില്ലാത്ത മുഖം ഒഡീസിയസിലേക്ക് തിരിഞ്ഞു. അവൻ്റെ ശബ്ദത്തിൽ സംശയമോ ആശയക്കുഴപ്പമോ ഉണ്ടായിരുന്നില്ല. സംഭവിക്കാനുള്ളത് ഇതിനകം കണ്ടു കഴിഞ്ഞ ഒരാളുടെ ഉറപ്പായിരുന്നു അതിൽ. ടൈറീസിയസ് പറഞ്ഞു തുടങ്ങി, ലാക്ടീസിൻ്റെ മകനെ, നീ വീട്ടിലേക്കുള്ള മടങ്ങിവരവിൻ്റെ മാധുര്യം തേടുകയാണ്. പക്ഷെ ഭൂമിയെ വിറപ്പിക്കുന്നവൻ പൊസൈഡൺ നിനക്കെതിരെ അവൻ്റെ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നു. നീ ഇത്താക്കയിലെത്തും. അതെ, അത് വിധിയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ ഭാഗ്യം നിന്നിൽ നിന്ന് ആരും കവർന്നെടുക്കില്ല. പക്ഷേ ആ വഴിയൊരുക്കിയിരിക്കുന്നത് നിന്റെ കൂട്ടാളികളുടെ അസ്ഥികളാലാണ്. മുന്നിൽ ഇനിയും ദുരിതങ്ങളുണ്ട്, ഇനിയും മരണങ്ങളുണ്ട്. ഒടുവിൽ നീ സൂര്യദേവൻ്റെ ദ്വീപിലെത്തും. അവിടെ വിശുദ്ധ കന്നുകാലികൾ മേയുന്നത് കാണും. അവ ഹീലിയോസിൻ്റെ വിശുദ്ധ മൃഗങ്ങളാണ്. അവയെ തൊടരുത്, അവയെ ഉപദ്രവിക്കരുത്. ഈ മുന്നറിയിപ്പ് മറ്റെല്ലാറ്റിലും ഉപരി ഓർമ്മിക്കണം. അവയ്ക്ക് ദോഷം സംഭവിച്ചാൽ നിന്റെ ആളുകളെല്ലാം നശിക്കും. നീ മാത്രം ശേഷിക്കും, ഒറ്റയ്ക്ക്. ടൈറീസിയസിൻ്റെ ഓരോ വാക്കും ഒഡീസിയസ് ശ്രദ്ധിച്ചു. ഒരു വാക്ക് പോലും അവ്യക്തമായിരുന്നില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലായി. പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ വേദന. കാരണം മുന്നറിയിപ്പ് കേൾക്കുന്നത് വിധി മാറ്റാനുള്ള ശക്തി നൽകുന്നില്ല. അതാണ് പ്രവചനങ്ങളുടെ ക്രൂരത. അവ ഭാവിയെ മാറ്റാനുള്ള അധികാരം നൽകുന്നില്ല. അവ നൽകുന്നത് അറിവിൻ്റെ ഭാരമാണ്. ഒഴിവാക്കാനാവാത്ത ദുരന്തം മുന്നിൽ കാത്തിരിക്കുന്നുവെന്ന് അറിയുന്ന ഭാരവും, ഒന്നും ചെയ്യാൻ കഴിയാതെ അത് വഹിക്കേണ്ടി വരുന്ന ഭാരവും. മരിച്ചവരുടെ ലോകത്തിൽ നിന്ന് മടങ്ങുമ്പോൾ ടൈറീസിയസിൻ്റെ വാക്കുകൾ ഒഡീസിയസിന് വിട്ടുപോയില്ല. അവ നെഞ്ചിനുള്ളിൽ കിടക്കുന്ന ഒരു കല്ലുപോലെ ഭാരമായി മാറിയിരുന്നു. ഓരോ തിരമാലയോടും കൂടി ഓരോ ദിവസവും ഓരോ രാത്രിയും അദ്ദേഹം ആ ഭാരം വഹിച്ചുകൊണ്ടിരുന്നു. സൈറന്മാരുടെ ഗാനം. സിർസി മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈറന്മാരെക്കുറിച്ച്. അവരുടെ ശക്തി അവരുടെ സൗന്ദര്യത്തിലായിരുന്നില്ല, അവരുടെ ഗാനത്തിൻ്റെ മാധുര്യത്തിലുമല്ല. അവരുടെ യഥാർത്ഥ ശക്തി മറ്റൊന്നായിരുന്നു. അവർ സത്യം പാടുമായിരുന്നു. മനുഷ്യൻ ജീവിതകാലം മുഴുവൻ അന്വേഷിക്കുന്ന സത്യങ്ങൾ, ഉത്തരം കിട്ടാതെ അവശേഷിച്ച ചോദ്യങ്ങൾ, മനസ്സിന് വേട്ടയാടുന്ന പശ്ചാത്താപങ്ങൾ, അറിയാൻ കൊതിച്ച ഓരോ രഹസ്യവും. സൈറന്മാരുടെ ഗാനം അവയ്ക്കെല്ലാം ഉത്തരം നൽകും. അതുകൊണ്ടാണ് നാവികർ അവരുടെ അടുത്തേക്ക് കപ്പൽ തിരിച്ചിരുന്നത്. മണ്ടത്തരം കൊണ്ടല്ല, അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുള്ളൊരു ലോകം ഒരിക്കൽ കേട്ടുകഴിഞ്ഞാൽ അതിനുശേഷം അതില്ലാതെ ജീവിക്കാൻ പ്രയാസമാണ്. അവർ പാറകളിലേക്ക് കപ്പൽ നയിച്ചു. അവിടെ തകർന്നു മരിച്ചു. അറിവിൻ്റെ മോഹത്തിന് ഇരയായി. എന്നാൽ ഒഡീസിയസിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ആളുകളുടെ ചെവികളിൽ തേനീച്ച മെഴുകു നിറയ്ക്കാൻ ഉത്തരവിട്ടു, ഒരു ശബ്ദവും കേൾക്കാൻ കഴിയാത്ത വിധം. പിന്നെ മറ്റൊരു വിചിത്രമായ ആജ്ഞ നൽകി, ഒഡീസിയസിനെ കപ്പലിൻ്റെ പ്രധാന തൂണിൽ കെട്ടിയിടാൻ. അദ്ദേഹത്തിന് ഗാനം കേൾക്കണം, സൈറന്മാർ ഒളിപ്പിച്ചിരിക്കുന്ന സത്യം അറിയണം, എന്തു വില കൊടുത്തും. അവർ സൈറന്മാരുടെ ദ്വീപിന് സമീപമെത്തി. കടൽ അസ്വാഭാവികമായി ശാന്തമായിരുന്നു, കാറ്റ് പോലും നിശ്ചലമായതുപോലെ. പിന്നെ ഗാനം ആരംഭിച്ചു. ആദ്യ സ്വരം കേട്ട നിമിഷം തന്നെ ഒഡീസിയസ് തകർന്നുപോയി. സൈറന്മാർ പാടി, ഒഡീസിയസേ, നീ എന്താണ് സ്വപ്നം കാണുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പെനലോപ്പിയുടെ ചിരിയുടെ ശബ്ദം ഞങ്ങൾക്കറിയാം. നിന്റെ മകൻ വളർന്ന് പുരുഷനായി മാറിയ മുഖം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നീ അറിയാൻ ആഗ്രഹിച്ച എല്ലാ ഉത്തരങ്ങളും ഞങ്ങൾക്കറിയാം. ദേവന്മാർ നിന്നിൽ നിന്ന് മറച്ചു വെച്ച ഓരോ സത്യവും. ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളെല്ലാം പറഞ്ഞു തരാം. ആ വാക്കുകൾ കേട്ടപ്പോൾ ഒഡീസിയസിൻ്റെ മനസ്സ് വിറച്ചു. അദ്ദേഹം കയറുകൾക്കെതിരെ വലിഞ്ഞു. വീണ്ടും വീണ്ടും കൂടുതൽ ശക്തിയായി. കയറുകൾ കൈമുട്ടുകളിൽ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. കടൽ തുള്ളികളുമായി അത് കലർന്നു. പക്ഷെ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. ഒഡീസിയസ് കേട്ടത് ആ ഗാനം മാത്രം, ആ ശബ്ദം മാത്രം, ആ വാഗ്ദാനം മാത്രം. സൈറന്മാർ എല്ലാം അറിയുന്നു എന്ന വിശ്വാസം മാത്രം. ഒഡീസിയസ് അലറി, എന്നെ അഴിച്ചുവിടൂ, ഇതെൻ്റെ ആജ്ഞയാണ്, അഴിച്ചുവിടൂ. അവർക്കറിയാം, അവർക്കെല്ലാം അറിയാം, ദയവായി എന്നെ വിടൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആളുകളൊന്നും കേട്ടില്ല. അവരുടെ ചെവികൾ അടഞ്ഞിരുന്നു. അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു, മുന്നോട്ട് മാത്രം. ഒഡീസിയസിൻ്റെ നിലവിളികൾ കേൾക്കാതെ, സൈറന്മാരുടെ ഗാനം കേൾക്കാതെ, സത്യം തൊട്ടടുത്തുണ്ടെന്നറിഞ്ഞിട്ടും അതിലെത്താൻ കഴിയാതെ വേദനിക്കുന്ന ഒരു മനുഷ്യൻ്റെ നിരാശ കേൾക്കാതെ. ഒടുവിൽ ഗാനം കേൾക്കാതെയായി, ദൂരേക്ക് ഒഴുകിപ്പോയി. അവർ സൈറന്മാരെ പിന്നിലാക്കി. കപ്പൽ മുന്നോട്ട് നീങ്ങി. പിന്നെ നിശബ്ദത വന്നു, അസഹ്യമായ നിശബ്ദത. ഒഡീസിയസിൻ്റെ ചെവികൾക്കുള്ളിൽ ഇപ്പോഴും ആ ഗാനം മുഴങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന സത്യം ഒരിക്കലും അറിയാതിരിക്കുകയല്ല, സത്യം കേൾക്കുക പക്ഷെ അതിലേക്ക് എത്താൻ കഴിയാതിരിക്കുക എന്നതാണ്. സ്കില്ലയും കാരിബ്ദിസും. സിർസി മുന്നറിയിപ്പ് നൽകിയിരുന്ന അടുത്ത ഭീഷണി ഇപ്പോൾ അവരുടെ മുമ്പിലെത്തിയിരുന്നു. ഒരു ഇടുങ്ങിയ കടലെടുക്ക്. അതിലൂടെ കടന്നു പോകാതെ വീട്ടിലേക്കുള്ള യാത്ര തുടരാനാവില്ല. പക്ഷേ ആ വഴിയുടെ ഇരുവശങ്ങളിലും മരണം കാത്തിരുന്നു. ഒരു വശത്ത് കാരിബ്ദിസ്, ദിവസങ്ങളിൽ 3 തവണ സമുദ്രത്തെ മുഴുവൻ വിഴുങ്ങുന്നതുപോലെ ചുഴിഞ്ഞിറങ്ങുന്ന ഭീമൻ ചുഴലി. ഒരു കപ്പൽ അതിനുള്ളിൽ പെട്ടാൽ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. സമ്പൂർണ്ണ നാശം, എല്ലാവരും മരിക്കും. മറുവശത്ത് സ്കില്ല, പാറക്കെട്ടിൻ്റെ മുകളിൽ പതിയിരിക്കുന്ന 6 തലയുള്ള രാക്ഷസി. അവൾ ഒരു കപ്പൽ മുഴുവനായി നശിപ്പിക്കില്ല, പക്ഷേ ഓരോ തലയും ഓരോ മനുഷ്യനെ വീതം പിടിച്ചുകൊണ്ടുപോകും. 6 ജീവൻ. ഒഡീസിയസ് തീരുമാനമെടുത്തു.
അദ്ദേഹം സ്കില്ലയുടെ വഴി തിരഞ്ഞെടുത്തു. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നല്ല ചോദ്യം, മറ്റൊരു വഴിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ ആളുകളോട് സത്യം പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ ഭയപ്പെടും, കലാപമുണ്ടാകും, എല്ലാവരും മരിക്കും. അതുകൊണ്ട് അദ്ദേഹം മൗനം പാലിച്ചു. ഒഡീസിയസ് ആജ്ഞാപിച്ചു, തുഴഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാവരും മുന്നോട്ട് മാത്രം നോക്കുക, എന്ത് കേട്ടാലും എന്ത് കണ്ടാലും തുഴയുന്നത് നിർത്തരുത്. കപ്പൽ പാറക്കെട്ടുകൾക്കരികിലൂടെ നീങ്ങി. 1 നിമിഷം, 2 നിമിഷം, എല്ലാം ശാന്തമാണെന്ന് തോന്നി. പിന്നെ അവൾ ആക്രമിച്ചു. സ്കില്ലയുടെ 6 തലകൾ പാറക്കെട്ടിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പുറത്തേക്ക് ചാടി. വിഷപ്പാമ്പുകൾ ഇരയെ കൊത്തിയെടുക്കുന്നത് പോലെ ഓരോ തലയും ഓരോ മനുഷ്യനെ പിടിച്ചെടുത്തു. ഒരൊറ്റ നിമിഷത്തിൽ അവർ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു. ഭയത്തിൽ നിലവിളിച്ചുകൊണ്ട്, വേദനയിൽ അലറിക്കൊണ്ട് അവർ കൈകൾ നീട്ടി. താഴെ നിൽക്കുന്ന തങ്ങളുടെ നായകനെ നോക്കി, തങ്ങളുടെ രാജാവിനെ നോക്കി, തങ്ങളുടെ സുഹൃത്തിനെ നോക്കി. യോദ്ധാക്കൾ കരഞ്ഞു, ഒഡീസിയസെ, ഒഡീസിയസെ, ഞങ്ങളെ രക്ഷിക്കൂ. ഒഡീസിയസ് കപ്പലിൻ്റെ മുകളിൽ നിന്നു. കയ്യിൽ കുന്തമുണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ അവരെ രക്ഷിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാത്ത ഉയരത്തിലായിരുന്നു അവർ. ഒന്നൊന്നായി നിലവിളികൾ അവസാനിച്ചു. ഒന്നൊന്നായി 6 ജീവനുകൾ അപ്രത്യക്ഷമായി. കടലിന് മുകളിലൂടെ വീണ്ടും നിശബ്ദത പടർന്നു. ഒഡീസിയസ് അനങ്ങാതെ നിന്നു. അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു. 6 പേർ മരിക്കണം, അപ്പോൾ 38 പേർ ജീവിക്കും. ഇതാണ് നേതൃത്വം. ഇത് മഹത്വമല്ല, ഇത് വീരഗാഥയല്ല, ഇത് ജനക്കൂട്ടത്തിന് മുന്നിൽ പ്രസംഗിക്കുകയുമില്ല. മറ്റുള്ളവർ ജീവിച്ചിരിക്കാൻ ആരാണ് മരിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട ഭാരം. ആ ഭാരമാണ് നേതൃത്വത്തിൻ്റെ യഥാർത്ഥ വില.